ഇതൊരു ട്രെയിനിൻ്റെ സാധനമല്ലോ അല്ലേ? ട്രെയിനിൻ്റെ വീല് കൊണ്ടുപോകുന്ന വണ്ടിയാണോ? ചെമ്പ് പാത്രത്തിലാണ് ഇവിടെ, പിത്തള പാത്രത്തിലാണ് ചായ കുടിക്കുന്നത്. ക്യാമറയിൽ എത്ര കിട്ടുമെന്നോ കണ്ടോ? സെറ്റപ്പ് മീൻ ഗോപ്രോ എടുത്ത് വെള്ളത്തിലിട്ട അടിപൊളിയായിട്ട് മീനിൻ്റെ ഷോട്ട് എടുക്കാം. വലിയ മീനൊക്കെ ഉണ്ട്, വളർത്തുന്ന മീനാന്ന് തോന്നുന്നല്ലേ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത്, കഴിഞ്ഞ ദിവസം നമ്മൾ കർണാടകയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കർണാടകയിലെ വർക്കൊക്കെ ഞങ്ങൾ രണ്ടുപേരും വർക്കൊക്കെ തീർത്തിട്ട് തിരിച്ച് കേരളത്തിലോട്ട് പോവാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ധർമ്മപുരി. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് വീഡിയോ തുടങ്ങാമെന്ന് വെച്ചു. ഞാനും നമ്മുടെ ജോബി ബ്രോ ഉണ്ട്. ജോബി ബ്രോ എന്താ ഓർഡർ ചെയ്തത്? ഇഡ്ഡലി അല്ലേ? ഇഡ്ഡലി ചമ്മന്തിയോ? ഇഡ്ഡലിയുടെ കൂടെ ചമ്മന്തി ഇതൊക്കെ കിട്ടും. ഞാനൊരു ദോശ കേട്ടോ. നമ്മൾ എന്താ പറയുക, ഈ സമയത്ത് ഞങ്ങൾ മാക്സിമം ചെയ്യുന്നത് വെച്ചാൽ വലിയ തിരക്കില്ലാത്ത ഹോട്ടലിൽ നോക്കി കയറും കേട്ടോ. ഈ ഹോട്ടലിൽ ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് വലിയ റിസ്ക് കുറവാണല്ലേ. അപ്പോൾ നമുക്ക് കഴിക്കാം അല്ലേ? അയച്ചോ ഇഡ്ഡലി കഴിച്ചിട്ട് പറയണേ തമിഴ്നാട് ഇഡ്ഡലി എങ്ങനെ ഉണ്ടെന്ന്. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി അല്ലേ? ഇഷ്ടപ്പെട്ടോ? ഇഡ്ഡലി എനിക്ക് ഇഡ്ഡലി ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ച് മസാല ദോശ കഴിക്കാൻ. മസാല ദോശയാണ് ഇഡ്ഡലിയേക്കാളും കൂടുതൽ ഇഷ്ടം. ടേസ്റ്റ് നോക്കാനാ? ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കി, സാമ്പാറിൽ മുക്കിയിട്ട് ഇഡ്ഡലി സൂപ്പറല്ലേ? ഇഡ്ഡലി വേണേ എക്സ്ട്രാ മേടിച്ചോ? ഓ ഇഡ്ഡലി മുടിഞ്ഞല്ലേ? ആ ശരി, അവർ പറഞ്ഞായിരുന്നു. സാധാ ദോശ. ആ പ്ലെയിൻ ദോശ. അപ്പം ഇഡ്ഡലി ഒരു സെറ്റേ ഉള്ളായിരുന്നു കേട്ടോ, പിന്നെ എക്സ്ട്രാ ഇല്ല. അപ്പം ഞാൻ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. നല്ല കുഴപ്പമില്ല കേട്ടോ. ഹോട്ടലിൻ്റെ പേര് ഞാൻ നോക്കിയില്ല, വെളിയിലെത്തിയിട്ട് പറഞ്ഞുതരാം. മസാല ദോശ വെറൈറ്റി മസാല ദോശയാണ്. കർണാടകയിലെ മസാല ദോശയ്ക്കകത്ത് ഇവിടെയൊക്കെ മുകളിലൊക്കെ മുളക് പൊടി ഇങ്ങനെ വെച്ചിരിക്കും അല്ലേ? മുളക് പൊടിയാണ് ഇത്, നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇനി നേരെ നാട്ടിലോട്ട് പോവാം. നമ്മൾ ചായ ഓർഡർ ചെയ്തു കേട്ടോ. ചായ മുതലാളി ഭയങ്കര ചൂടല്ലേ? പിടിക്കാൻ പറ്റാത്ത ചായ ഒരു പാത്രത്തിലുണ്ടെന്ന് കേട്ടോ. അതിനകത്ത് നമ്മൾ ഒഴിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ചൂട്ട് പഴുത്തിരിക്കുക കേട്ടോ. ചായ അങ്ങനെ എടുത്ത് ഒഴിച്ചു തരുന്നതെന്ന് തോന്നുന്നു. നമ്മൾ അടുത്തവരോട് എന്താ ഇനി നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കോട് 1-2 ഷോപ്പുകളിൽ ഓർഡർ വന്നിട്ടുണ്ട് മാർബിളിൻ്റെ. അപ്പോൾ നമ്മൾ രാജസ്ഥാനിൽ പോകണം. രാജസ്ഥാനിൽ എങ്ങനെ പോകണമെന്ന് പറയുമ്പോൾ അന്ന് പോയി വരണം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ പോകുന്നത് ബൈക്കിൽ പറ്റത്തില്ല, അങ്ങനെ നോക്കണം അല്ലേ? നമ്മൾ രാജസ്ഥാനിൽ ഇന്ന് അടുത്ത പോകാനാണ് അടുത്ത പ്ലാൻ. എന്തായാലും നമുക്കിനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാം. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡൊക്കെ ഉണ്ടായിരുന്നു? ഫുഡ് സൂപ്പറായിരുന്നു, ചായ സൂപ്പറായിരുന്നു. അതെ, ഇഷ്ടപ്പെടല്ലേ? എല്ലാം സൂപ്പറായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ധർമ്മപുരി ഇല്ലേ, തമിഴ്നാട്ടിലെ ധർമ്മപുരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ധർമ്മപുരിയിൽ നിന്ന് സേലത്തോട്ട് പോകുന്ന ഹൈവേ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് സേലം വഴി കോയമ്പത്തൂരിൽ നിന്ന് പിന്നെ പോകണം. ഇതാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച ഹോട്ടൽ. എന്താണ് പേര്? ശ്രീ അമൃത ഭവൻ അല്ലേ? അമൃത ഭവൻ. ആ അമൃത ഭവനിലാണ് നമ്മൾ ഫുഡ്. നല്ല ഫുഡ് കേട്ടോ, എല്ലാവർക്കും. എന്നാ ഉങ്ക പേരെന്നെ? സൗന്ദർരാസൻ. കാപ്പി ഉണ്ടാക്കുന്നല്ലേ? കാഫി മാസ്റ്റർ എന്നാ ചൊല്ലുമല്ലേ കാഫി ഇടുന്നാളെ? അത് ശരി, കാഫി മാസ്റ്ററാണ് നമ്മുടെ സൗന്ദർരാജൻ. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നേരെ കൊല്ലത്തോട്ട് പോവാണ്. കൊല്ലമല്ല, എറണാകുളത്തോട്ട് കേട്ടോ. അപ്പോൾ വണ്ടി എടുക്കാം. ആമാ യൂട്യൂബിൽ പോടും. യൂട്യൂബ് ആക്കുമാ? ഇங்கே എല്ലാവരും തമിഴ്നാട്ടിലെല്ലാവരും യൂട്യൂബ് ആക്കും അല്ലേ? യൂട്യൂബിൽ പോടുമോ? പാക്കുമാ? அப்படியா? പോട്ടാങ്കി ബൈ. ഞങ്ങൾ ഈ ചേട്ടൻ്റെ വീഡിയോ എടുത്ത ചേട്ടൻ പറയും ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ ചായ ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കാണിക്കും. ടീ ഒന്ന് കാണിക്കാമോ? ടീ എപ്പിടി ചെയ്യുന്നതെന്ന്? ഓർഡർ ഇല്ലല്ലേ? ഇതന്നെ இந்த மாதிரி கிளாஸ் இங்கே இந்த கிளாஸ் தான் கொடுக்கும் ரைட்டா? நாங்கள் குடிச்சப்போ அப்புறம் இந்த டீயில் வந்து இது இல்லைல்லோ, ரொம்ப சூடாக இருக்குது. டீ ஆற்ற மாட்டேங்குது. ஆட்டாதா? நம்ம தான் ஆட்டணும், கஸ்டமர் தான் ஆட்டணும் அല്ലേ? நீங்கள் சும்மா போட்டு தான் கொடுப்போம். அப்படியല്ലേ? கஸ்டமர் லேட்டாக குடிப்பாங்க. ഓ அதனால தான் இப்படி செய்தല്ലേ? ഇത് സംഭവം കൊള്ളാം കേട്ടോ. ഇങ്ങനത്തെ സ്റ്റീലല്ലേ ഇത്? സ്റ്റീലാണ്. ചെമ്പ് പാത്രത്തിലാണ് ഇവിടെ, പിത്തള പാത്രത്തിലാണ് ചായ കുടിക്കുന്നത്. ലെമൺ ടീ. ചേട്ടൻ ഓരോന്നോരോന്ന് കാണിച്ചു തരട്ടെ. ലെമൺ ടീ അല്ലേ? ഓക്കെ, പോട്ടെ അണ്ണാ. ശരി, അപ്പം വിടാം. ഇനി നമ്മൾ ഹൈവേയിലേക്ക് കൂടെയുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ ഇനി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വെച്ചാൽ ഇപ്പോൾ ഈ ഒരു യാത്ര ഞങ്ങൾ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു ട്രിപ്പല്ല, നമ്മുടെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി വന്നാണെങ്കിലും
വന്നിട്ട് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് കേരളത്തിൽ എത്രയും കെയർ, അതായത് കൊറോണയെ കുറിച്ച് കേരളത്തിൽ എത്രയും എല്ലാവരും ശ്രദ്ധിക്കുന്ന പോലെ ഒന്നും വേറെ എവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. പക്ഷേ എന്നിട്ടും കേരളത്തിൽ അസുഖം കൂടുന്നുണ്ട്, അതെന്താണെന്നൊരു പിടുത്തമില്ല. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെ ആർക്കും അത്ര വലിയ ശ്രദ്ധയും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് സേലം 55 കിലോമീറ്റർ സേലത്തിൽ നിന്ന് കോയമ്പത്തൂർ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് പോകേണ്ട ആവശ്യമുണ്ട് ഞങ്ങൾക്ക്, അതുകൊണ്ട് എവിടെ നിൽക്കാതെ പോകുന്നത്. സത്യത്തിൽ എനിക്ക് കോയമ്പത്തൂർ പോയിട്ട് എനിക്ക് ക്യാമറ തന്ന അനിലേട്ടൻ കോയമ്പത്തൂരാണല്ലോ, പുള്ളി കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അടുത്ത ആഴ്ച വീണ്ടും വരുന്നതുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾക്ക് എറണാകുളത്ത് പോകണമെന്നൊരു കോൾ വന്നു, അതുകൊണ്ട് ഇനി വിട്ടു പോവുകയാണ് എറണാകുളത്ത്. അതിൽ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കിട്ടിയാൽ വീഡിയോ എടുക്കും. നല്ല വെയിലുണ്ട് കേട്ടോ. നാട്ടിലിപ്പോൾ ഭയങ്കര മഴയെന്ന് പറയുന്നത്, ഇടുക്കി ഡാമൊക്കെ തുറക്കാൻ പോകുന്ന പറഞ്ഞത്, പക്ഷേ ഇവിടെ ഭയങ്കര വെയിൽ. ട്രെയിനിൻ്റെ സാധനമല്ല അല്ലേ, ട്രെയിനിൻ്റെ വീല് കൊണ്ടുപോകുന്ന വണ്ടിയാണോ. റേറ്റ് റോഡാണ്, നമുക്ക് നല്ല രസമാണ് വണ്ടി ഓടിച്ച് പോകാൻ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് 120 കിലോമീറ്റർ ഉണ്ട് കോയമ്പത്തൂർ. അപ്പുറപ്പുറമെല്ലാം പാറകളൊക്കെ ആയിട്ട് ഇങ്ങനെ റോഡിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുക. കേരളത്തിൽ എന്നാണെന്തോ ഇതുപോലത്തെയൊക്കെ റോഡുകൾ വരുന്നത്, നല്ല രസമാണ് ഇവിടെ. റോഡ് ഒരു രക്ഷയില്ല അല്ലേ. ഇദ്ദേഹത്തിനൂടെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 5 കരിക്കെങ്കിലും കുടിക്കും അല്ലേ. ഡെയിലി എത്ര കരി കുടിക്കും? 4 കുടിക്കും. 4-5 കരിക്ക് ഡെയിലി കുടിക്കും. വെള്ളം ഉണ്ടായിരുന്നത് നമ്മൾ ഇന്നലെ തന്നെ എത്ര കരി കുടിച്ചല്ലേ. യെസ്, വൈറ്റമിൻ ഇരുമ്പ് സത്ത് കൂടുതലുള്ള സാധനമാണ് കരിക്ക്. മധുരമുണ്ടോ? ആ, നല്ല മധുരമുണ്ടല്ലേ. നല്ല വെയിലുണ്ട് കേട്ടോ. ഒരു കരിക്ക് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ആശ്വാസം. നല്ല ചുരണ്ടി തിന്നുന്ന കരിക്കിലാണ് ഇരുമ്പ് സത്ത് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ടാണ് എപ്പോഴും കഴിക്കുന്നത്. പൊളിയല്ലേ. അങ്ങനെ നമ്മൾ കരിക്കൊക്കെ കുടിച്ചല്ലേ, എനിക്ക് ചെയ്തതാണേ. അപ്പോൾ നമുക്ക് പോവാം. ഇനി നമുക്ക് ഏകദേശം 290 കിലോമീറ്റർ എങ്ങാണ്ട് പോകാനുണ്ട്. എന്നാ വിടാല്ലേ? ഈ വണ്ടി നമ്മളെ പൾസറേ ഇന്നേ വരെ ഇത്രയും ദൂരം ഓടിയിട്ടില്ല. ഇത്രയും ദൂരം വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴാണ് ഓടുന്നത്. നമ്മുടെ ട്വിസ്റ്ററൊക്കെ ആണെങ്കിൽ അതിന് ലോക്കലോട്ടം ഇഷ്ടമല്ല, ദൂരമാണ് ഇഷ്ടം. ഈ വണ്ടി ആദ്യമായിട്ട് ഇത്ര ദൂരം ഓടുന്നത്. അത് ഞാൻ വന്നോണ്ടാണ് ഈ വണ്ടി ഇങ്ങനെ ഓടാൻ അവസ്ഥ വന്നത്. അടിപൊളി. ഒരു കരിക്ക് കുടിച്ചാൽ നല്ല ആശ്വാസമാണ്. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എനിക്കൊന്ന് നമ്മൾ ഈ കൊക്കക്കോളയും പെപ്സിയൊക്കെ കുടിക്കാനാണ് നല്ല ഇടയ്ക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ട് ഒരു കരിക്ക് കുടിച്ചാൽ സൂപ്പറാണ്. നല്ലൊരു തണുപ്പ് കിട്ടും ശരീരത്തിന്. അപ്പോൾ നമുക്ക് വിടാം. നമ്മൾ പോകുന്ന വഴിക്ക് വീണ്ടും നിർത്തി കേട്ടോ.
ഇന്ന് നമ്മൾ വെള്ളം ഉടുപ്പൊക്കെ ഇട്ടിരിക്കുക കേട്ടോ. സംഭവം ബാംഗ്ലൂരിൽ ഞാൻ തുണിയൊന്നും കൊണ്ടുവന്നില്ല. ഞാൻ ഇടുക്കി നിന്ന സമയത്തു നിന്നാണ് ഞാൻ നേരെ പെരുമ്പാവൂർ പോയി ആകെ ഒരു ഡ്രസ്സും കൊണ്ട് ഇറങ്ങിയതാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഇതിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ. 200 ഉള്ളൂ ഈ ഷർട്ടിന്. ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചാണ്. ബാംഗ്ലൂർ മെയിൻ അല്ല, ഹോസൂറിൻ്റെ അവിടെ നിന്ന് മേടിച്ചാണ്. പിന്നെ ഒരു പാൻറ്റ് എല്ലാം കൂടെ 500 ഉള്ളൂ. 300 രൂപയുടെ പാൻറ്റ് 20 രൂപയുടെ ഷർട്ട്. ഭയങ്കര ലാഭമാണ് ഇവിടെ. ഞങ്ങൾ ഇടയ്ക്കൊന്ന് നിർത്തി കേട്ടോ. ഇടയ്ക്ക് ഭയങ്കര വെയിൽ, അങ്ങനെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിർത്തിയിട്ട് ബൈക്ക് നമ്മളിവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മളെ മുതലാളി അങ്ങോട്ട് നടന്നു പോയി കേട്ടോ. നല്ല സ്ഥലമല്ലേ, ചെറിയ മരമൊക്കെ ആയിട്ട് നല്ല തണലുണ്ട് ഇവിടെ. നമ്മൾ ഈ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്ക് ഇച്ചിരി തണൽ കിട്ടിയാൽ പിന്നെ പറയണ്ട, അത് നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. എന്തുവാണ് സംഭവം, അവിടെ കിണറാണോ നോക്കാമല്ലോ. ചെറിയൊരു കിണറല്ലേ. നല്ല വെള്ളമൊക്കെ ഉണ്ട്. മീനൊക്കെ ഉണ്ടല്ലേ, കിടില മീനൊക്കെ ഉണ്ടല്ലോ. ക്യാമറയിൽ എത്ര കിട്ടുമെന്ന് തോന്നണ്ടോ. സെറ്റപ്പ് മീൻ. ഗോപ്രോ എടുത്ത് വെള്ളത്തിലിട്ട് അടിപൊളിയായിട്ട് മീനിൻ്റെ ഷോട്ട് എടുക്കാം. വലിയ മീനൊക്കെ ഉണ്ട്, വളർത്തുന്ന മീനാന്ന് തോന്നുന്നല്ലേ. ഒത്തിരി ഉണ്ട്, കൊള്ളാമല്ലേ. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അതവിടെ കുറേ ആടൊക്കെ ഉണ്ട്. ഷൂട്ട് ചെയ്യാം. പിന്നെ മുതലാളി എങ്ങനെ ഉണ്ടായിരുന്നു ബൈക്കിൽ എക്സ്പീരിയൻസ്? ആണോ? ഷൂട്ടിങ് പറഞ്ഞപ്പോഴേ സ്റ്റൈലാവല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു ബൈക്കിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ്? ഇതിനു മുമ്പ് ഇത് ആദ്യമായിട്ടല്ലേ? അത് മാത്രമല്ല എപ്പോഴും ബസ്സിലല്ലേ പോകുന്നത്. അപ്പൊ ബൈക്ക് വന്നപ്പോ എന്താ വ്യത്യാസമായിട്ട് തോന്നി? സ്ഥലമൊക്കെ ഇപ്പോഴേ കാണുന്നല്ലേ. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റോഡെന്ന്. റോഡ് കണ്ട് ഞെട്ടിയല്ലേ. എങ്ങനെയുണ്ട് തമിഴ്നാട്ടിലെ റോഡ്? കേരളം പഠിക്കണല്ലേ. കുറ്റം പറയാന്നല്ല കേട്ടോ, തമിഴ്നാട് റോഡ് സൂപ്പറാണ്. കാരണം കേരളത്തിൽ മഴയൊക്കെ ആണല്ലോ, 6 മാസം മഴയും 6 മാസം വെയിലൊക്കെ ആണല്ലോ. തമിഴ്നാട് അത്ര വലിയ പ്രശ്നമില്ലാത്ത റോഡ് നല്ല. അതുകൊണ്ട് മാത്രല്ല ഇപ്പൊ നമ്മുടെ നാട്ടില് റോഡ് നല്ല റോഡ് ഇവിടുത്തെ അത്ര രീതിയിൽ റോഡ് നമ്മുടെ നാട്ടിൽ എന്തായാലും പണിയാൻ പറ്റത്തില്ല. എങ്കിലും ഉള്ള റോഡ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ലേ. എനിക്ക് അങ്ങനെ തോന്നി. കാരണം നമ്മുടെ ഉള്ള റോഡ് മൊത്തം കൊണ്ടും കൂടിയായി. എന്താ റോഡ് അറിയോ, സൂപ്പർ. നമുക്കൊരു മണിക്കൂറിൽ എങ്ങനെ പോലെ ഒരു 60-70 കിലോമീറ്ററൊക്കെ കവർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ കോയമ്പത്തൂർ വഴി നേരെ പെരുമ്പാവൂർ വരെയാണ് പോകുന്നത്. മാത്രമല്ല ഇന്ന് രാത്രി വരെ നമുക്കൊരു 8:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തണം. അവിടെ എത്തിയിട്ടൊരു ആവശ്യമുണ്ട് അല്ലേ. എങ്ങനെയെങ്കിലും നമുക്ക് നേരെ പെരുമ്പാവൂരോട്ട് പോവാം. ലോഡ് ഇറക്കാൻ നമ്മളെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ കയറ്റിയ ലോഡ് ഇനി ഇറക്കണം. അതിപ്പം ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് എത്തും. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് അവിടെ പോയി അറേഞ്ച് ചെയ്യാനുണ്ട് കേട്ടോ. സോ നമുക്ക് വണ്ടി എടുത്തിട്ട് വിടാം. അപ്പോൾ പോവാം അല്ലേ. ഇത് നമുക്ക് ഹൈവേയിലൂടെ വീണ്ടും റൈഡ്. തമിഴ്നാട്ടിൽ പൊതുവെ ഭയങ്കര കാറ്റല്ലേ. എനിക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് തമിഴ്നാടാണ്. അതുകൊണ്ടാണ് തോന്നുന്നത്. ഭയങ്കര കാറ്റുണ്ട്. വണ്ടിക്കകത്ത് പോകുമ്പോഴേ വണ്ടി കൈ നിൽക്കുന്നില്ല, കാറ്റിങ്ങനെ പിടിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് കാറ്റ് പിടിക്കുന്നുണ്ട്. പിന്നെ ഒരു ബസ്സൊക്കെ നമ്മൾ ക്രോസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് വണ്ടി ഇങ്ങോട്ടൊക്കെ തെന്നി പോകുന്നുണ്ട്. ഇത്രയും വെയിറ്റ് ഉണ്ടായിട്ടാണ്, ഇത്രയും വെയിറ്റുള്ള വണ്ടിയായിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ചെറിയ വണ്ടിയാണ് ഭയങ്കര പാടാണ്. എൻ്റെ വണ്ടിയിൽ ഞാൻ ഇതിനുമ്പോൾ പോകുമ്പോഴൊക്കെ അങ്ങനെയായിരുന്നു, ഭയങ്കരമായിട്ട് കാറ്റ് പിടിക്കും. ഇവിടെ പ്രത്യേകിച്ച് ഭയങ്കര കാറ്റ് പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് നല്ല കാറ്റുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ സിറ്റി. നമുക്ക് ഇതിലേ പോകുമ്പോൾ നമുക്ക് സിറ്റിയിലൊന്നും കയറണ്ട. ഇവിടെ ഭയങ്കര കാറ്റ് കേട്ടോ. ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ എടുക്കാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. വോയിസ് ഒന്നും കിട്ടത്തില്ല, അമ്മാതിരി കാറ്റടിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ടൗണിലൊന്നും കയറേണ്ട ആവശ്യമില്ല. കോയമ്പത്തൂർ പോകണമെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷെ നടക്കത്തില്ല. കാരണം നമുക്ക് രാത്രി എത്തേണ്ട ആവശ്യമുണ്ട്.
അടുത്ത പ്രാവശ്യം ഇതുവഴി വരുമ്പോൾ കോയമ്പത്തൂർ നമ്മൾ അല്ലേട്ടനെ പോയി കാണണം. അപ്പോൾ ഇനി നേരെ പാലക്കാട്. ഇനി തിരിച്ചു പോകുമ്പോൾ അറിയാം അവിടെ പാലക്കാട് ഞങ്ങളെ എന്താ സംഭവം, ചെക്ക് പോസ്റ്റിലും ഒന്നും അറിയത്തില്ല, അവിടെ പോകുമ്പോഴേ അറിയത്തുള്ളൂ. ബൈക്കുകാർക്ക് പിന്നെ നമുക്ക് സുഖമായിട്ട് സൈഡിലെ കൂടെ കയറി അങ്ങ് പോവാം. ഭയങ്കര കാറ്റടിക്കുമോ, വണ്ടി കൈ നിൽക്കുന്നില്ല. നമ്മൾ വാളയാർ ചെക്ക് പോസ്റ്റിലെത്തി കേട്ടോ. കേരളത്തിൻ്റെ എൻട്രൻസ് ആണ് ഇവിടെ. കാറിൽ വരുന്നവരൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, നമ്മളെ ചെക്ക് ചെയ്തില്ല. ബൈക്കിലായതുകൊണ്ടാണോ എന്ന് അറിയാൻ വയ്യ. ഇവിടെ ലോറികളൊക്കെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ബൈക്കിൽ വരുന്നവരൊന്നും ചെക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഞങ്ങൾ ചെക്കിങ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ വെച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഡാറ്റ വല്ലതും എടുക്കുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇപ്പം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഇനി നേരെ കേരളത്തിലോട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഫുൾ റൈഡായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് തുടങ്ങിയ റൈഡ് കഴിഞ്ഞില്ല, പാലക്കാട് ജില്ല എത്തിട്ടോ. പാലക്കാട് വന്നിട്ട് ഒരു മലബാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ പോവാണ്. പൊറോട്ടയും ബീഫും. നമ്മളിന്ന് രാവിലെ ഫുഡ് കഴിച്ച് തുടങ്ങിയ പരിപാടിയായിരുന്നു. ഇന്ന് ഫുഡ് കഴിച്ച് തന്നെ നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ നമ്മുടെ ഈ ഗ്രാൻഡ് സംബന്ധമായ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ആരെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ നമ്പർ കൊടുക്കാം. പിന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, നമ്മൾ ജോബിയുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അല്ലേ യൂട്യൂബ് ചാനലാണോ? ഞാൻ ചുമ്മാ തുടങ്ങി കൊടുത്തൊരു യൂട്യൂബ് ചാനലുണ്ടോ. നമ്മൾ ഗ്രാനൈറ്റിൻ്റെ ബിസിനസ്സിൻ്റെ വീഡിയോസൊക്കെ, ഗ്രാനൈറ്റ് സംബന്ധമായ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പൊറോട്ടയും ബീഫും. അപ്പോൾ നല്ല പൊറോട്ടയും, മലബാർ ഹോട്ടലാണ് കേട്ടോ. അപ്പം മലബാർ സ്റ്റൈൽ ഫുഡായിരിക്കും. നല്ല അടിപൊളി പൊറോട്ടയും ബീഫും. ഓഹാ, ബീഫ് കുറേ ദിവസമായില്ല കഴിച്ചിട്ട്. ഞാൻ കഴിച്ചിട്ട് കുറേ ദിവസമായി ബീഫും പൊറോട്ടയും. അപ്പം നമ്മൾ പതുക്കെ ബീഫ് എടുത്ത് പൊറോട്ടയിൽ ഒഴിക്കണം. പൊറോട്ടയിൽ ഒഴിച്ചിട്ട് നല്ല പൊറോട്ട എടുത്ത് കുഴച്ചിട്ട് ഇങ്ങനെ മുക്കി നമ്മൾ കഴിക്കാൻ പോവാണ്. കൊള്ളാം. വിശന്നിട്ട് വയ്യല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഇത്ര ദിവസം ഇന്നത്തെ യാത്രയൊക്കെ? തീരാറായി എന്തായാലും ഏകദേശം. അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് തോന്നിയപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ്. ആണല്ലേ? സൂപ്പറായിട്ട്. ബൈക്ക് റൈഡ് ഇഷ്ടപ്പെടല്ലേ? ബൈക്ക് യാത്ര എന്ന് പറഞ്ഞാൽ ഒരു 400 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ തണ്ട് ആയി പോകും. കാഴ്ചകളൊക്കെ കണ്ട് കാറ്റും കൊണ്ടേക്ക് വരലാണ്. രസമാണ്. പിന്നെ മനീഷ് ബ്രോയുടെ ഒരു ഇന്ത്യ പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസും വെച്ച് സൂപ്പർ പോകായിരുന്നു. അപ്പോൾ നമ്മൾ പൊറോട്ടയും ഇറച്ചിയും കഴിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. ഇനി കുറച്ച് ദൂരം പോയാൽ നമ്മൾ നാളെ എറണാകുളത്തെത്തും. അത് കഴിഞ്ഞ് നമ്മുടെ വീണ്ടും വർക്കിനൊക്കെ കയറണം. വർക്ക് കഴിഞ്ഞുകൊണ്ട് കാണുമല്ലോ വർക്കൊക്കെ അല്ലേ? ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് കാണും. അപ്പോൾ പല സ്ഥലങ്ങളിൽ പോകേണ്ടേക്ക് വരും. ഈ വർക്കാറാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ ഇടാത്തട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു ബൈ പറഞ്ഞേരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.